സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരണം 26ആയി. 4 പേരെ കാണാനില്ല. 462 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് 5 ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ആണ് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴിച്ചുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും എന്നാണ് മുന്നറിയിപ്പ്. കനത്ത കാറ്റിനും സാധ്യതയുണ്ട്. കേരള തീരത്ത് മീൻപിടുത്തത്തിന് വിലക്ക് തുടരുകയാണ്. പത്തനംതിട്ടയിൽ മഴയ്ക്ക് ശമനം വന്നുവെങ്കിലും ആറന്മുളയിലും തിരുവല്ലയിലും വെള്ളക്കെട്ട് തുടരുകയാണ്. റാന്നി, ആറന്മുള ടൗണിലും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇടുക്കി, കല്ലാർകുട്ടി, പാമ്പ്ള ഡാമുകൾ ഇപ്പോഴും തുറന്നിരിക്കുകയാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള നിയന്ത്രണം തുടരുകയാണ്. മലയോര മേഖലയിലൂടെയുള്ള യാത്ര പരമാവധി അത്യാവശ്യങ്ങൾക്ക് മാത്രമായിരിക്കണം എന്നാണ് നിർദ്ദേശം. മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് 120 അടിക്ക് മുകളിൽ ആണ്. ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് 2349 അടിയാണ്. വയനാട് ശക്തമായ മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ അവശ്യയാത്രകൾ അല്ലാത്തവ ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ചുരത്തിൽ മഴ ശക്തമായിരുന്നു. ഇതോടെ ഇതര സംസ്ഥാനത്ത് നിന്നും ജില്ലയിലേക്ക് വരുന്ന വാഹനങ്ങൾക്കും മറ്റ് ഹെവി വാഹനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള പശ്ചാത്തലം ആണ് ഉള്ളത്. മഴയ്ക്ക് ശമനം വന്നതോടെ കോട്ടയം ആശ്വാസത്തിലാണ്. പാല ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് മുന്നറിയിപ്പ് നിരക്കിന് താഴേക്ക് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലകളിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. എന്തായാലും കോട്ടയത്ത് ഒരല്പം ആശ്വാസമാണ്. ഇന്ന് രാവിലെയും കനത്ത മഴ പെയ്തു. പക്ഷേ ആ മഴയ്ക്ക് ഒരു ശമനം ഉണ്ടായിരിക്കുന്നു. പിന്നീട് ഏതാണ്ടൊരു 11:30-ക്ക് ശേഷം വെയിൽ തെളിയുന്ന സാഹചര്യമാണ്. കിഴക്കൻ മേഖലയിലും സമാനമാണ് സാഹചര്യമുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഐമനത്താണ്. ഐമനം പഞ്ചായത്തിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളാണ്. കല്ലുങ്കത്ര പള്ളി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലൂടെയാണ് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഇപ്പോഴും വെള്ളക്കെട്ടാണ്. ഇവിടെ ഈ കുറച്ച് ദിവസം കൂടി റോഡിൽ നിന്നൊക്കെ ഒരുപക്ഷെ പെട്ടെന്ന് വെള്ളം ഇറങ്ങിയേക്കാം. തൊട്ടടുത്ത് തോടുണ്ട്. ചേട്ടാ, വെള്ളം ഇറങ്ങാൻ തുടങ്ങി. എന്താ അവസ്ഥ? വീടുകളിൽ പക്ഷേ കുറച്ച് ദിവസം വീടുകളെല്ലാം കട്ടപ്പുറത്തൊക്കെ ഇപ്പം വെച്ചിരിക്കുക. സിമെന്റ് കട്ടയുടെയൊക്കെ പുറത്ത് ഫ്രിഡ്ജ്, മെത്തേക്കാനെ കട്ടിലുകളെല്ലാം വെച്ചിരിക്കുക. കുറച്ച് ദിവസം കൂടെ ചിലപ്പോൾ ഉണ്ടാവും അല്ലേ? കുറച്ച് ദിവസം, ഒരു 3-4 ദിവസം പിടിക്കും. താഴെ കിഴക്കത്തെ പാലായിലൊക്കെ വെള്ളം ഇങ്ങോട്ടല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ താഴ്ന്ന പ്രദേശത്ത് അവിടെ ഇരുത്തുമ്പോഴത്തേക്ക് ഇവിടെ വെള്ളം കൂടിക്കൊണ്ടിരിക്കും. കുറയുന്ന പ്രതീക്ഷയിരിക്കുന്നു. എന്തായാലും അതാണ് അവരുടെയൊക്കെ ഒരു പ്രതീക്ഷ. ഈ അത്രയും താഴ്ന്ന പ്രദേശങ്ങളാണ്. ഒരുപക്ഷെ കോട്ടയത്തിൻ്റെ കിഴക്ക് നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം ഇങ്ങ് താഴെ ഇവിടെ വരെയൊക്കെ എപ്പോഴും ഇവിടുന്ന് പിന്നെ കായലിലേക്കാണ് മാറേണ്ടത്. അത് മാറാനൊരു താമസം ഉണ്ടാകാറുണ്ട്. തൊട്ടപ്പുറത്ത് തോടാണ് ഉള്ളത്. ആ തോട്ടിൽ നിന്നാണ് പുത്തൻതോട്. അവിടെ നിന്നാണ് വെള്ളം ഇവിടേക്ക് കയറുന്നത്. ഇത് ഐമനത്തെ മാത്രം കാഴ്ചയല്ല, കുമരകം, തിരുവാർപ്പ്, ആർപ്പൂക്കര പഞ്ചായത്തുകളുടെ ചില പ്രദേശം, അങ്ങനെ ഏതാണ്ട് അത്തരം മേഖലകളിലെല്ലാം തന്നെ സമാനമായ സ്ഥിതിയാണ് ഉള്ളത്. എന്തായാലും മഴ മാറി നിൽക്കുന്നു എന്നുള്ളത്, പ്രത്യേകിച്ച് കിഴക്കൻ മേഖലയിൽ പക്ഷേ ഇന്നലെയും ഈ കഴിഞ്ഞ രാത്രി മുതലും മഴയുണ്ടായിരുന്നു. തീക്കോയിലൊക്കെ 60 മില്ലിമീറ്റർ മഴ പെയ്യുന്ന സാഹചര്യമാണ്. പക്ഷേ വെള്ളം ഇറങ്ങി. പാലയിലൊക്കെ മുന്നറിയിപ്പ് നിരപ്പിന് താഴേക്ക് വന്നു. ഈ കോട്ടയത്തിൻ്റെ തൊട്ട് കിഴക്ക് ഇന്നലെയൊക്കെ നമ്മൾ ലൈവ് ചെയ്ത പേരൂരും അങ്ങനെയൊക്കെയുള്ള മേഖലകളിലൊക്കെ അപകട നിലയിൽ നിന്ന് താഴോട്ട് വെള്ളം എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇവിടെ ഇതൊരു പൊതുവിതരണ കേന്ദ്രമാണ് സർക്കാരിൻ്റെ. ഇത്തരം കേന്ദ്രങ്ങളിലൊക്കെയും ഇതാണൊരു പ്രതിസന്ധി ഉള്ളത്. ഈ പടിഞ്ഞാറൻ മേഖല, അവിടെ ജനജീവിതം സ്വാഭാവിക നിലയിലാക്കാൻ ഇനിയും ദിവസങ്ങൾ എടുക്കും. തൊട്ടടുത്തുള്ള പാടവും ഒക്കെ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് കായലിലേക്ക് വെള്ളം വലിയണം, അവിടെ നിന്ന് കടലിലേക്കൊക്കെ പോകണം. അതിനുള്ള ഒരു സമയം എടുക്കും. റോഡിൽ നിന്നൊക്കെ വെള്ളം മാറും. പക്ഷേ വീടുകളിൽ, താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ 2-3 ദിവസം കൂടെയെങ്കിലും വെള്ളം തുടരാൻ തന്നെയാണ് സാധ്യത. എന്തായാലും കോട്ടയത്തെ സംബന്ധിച്ച് മഴ കുറഞ്ഞു എന്നുള്ളതൊരു ആശ്വാസമാണ്. കോഴിക്കോട് മഴയ്ക്ക് ശമനം വന്നുവെങ്കിലും മഴക്കെടുതി രൂക്ഷമാണ്. വെള്ളം ഇറങ്ങിത്തുടങ്ങിയതോടെ വീടുകളിലേക്ക് ആളുകൾ മടങ്ങിത്തുടങ്ങി. ശുചീകരണ പ്രവർത്തനങ്ങൾ അടക്കം പുരോഗമിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും മഴക്കെടുതി അല്ലെങ്കിൽ മഴയുമായി ബന്ധപ്പെട്ട ദുരിതങ്ങൾക്ക് മാറ്റമില്ലാതെ തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടങ്ങളും ഇപ്പോഴും വെള്ളത്തിലുള്ളൊരവസ്ഥയാണ്. ചേട്ടാ, എവിടെ വീട്? എങ്ങനെയുണ്ട് വെള്ളം? വെള്ളം വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു. ഇറങ്ങി പൂർണ്ണമായിട്ട് ഇറങ്ങിയോ? വീട്ടിൽ നിന്നൊക്കെ പൂർണ്ണമായോ? ക്ലീനിങ് ഒക്കെ കഴിഞ്ഞോ? അതോ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇത്തവണ ഇത്തിരി പെട്ടെന്ന് കയറുകയും ഇറങ്ങാൻ വളരെ താമസം വരികയും 2 ദിവസം പിടിച്ച്. അത് കോരപ്പയിൽ എന്തോ പാലത്തിന്റെ പണിക്ക് മണ്ണ് കുറെ ഇട്ടതുകൊണ്ടാണെന്നാണ് എല്ലാവരും പറയുന്നത്.
ഈ സാധാരണ ഇത്ര പെട്ടെന്ന് അറിയാറില്ലെന്ന് തോന്നുന്നു അല്ലേ? കുറച്ച് സമയമെടുത്തൊക്കെ ആയിരുന്നു വെള്ളം വന്നുകൊണ്ടിരുന്നത്. ആ അതെ അതെ. ഇറങ്ങാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. സാധാരണ വന്നാൽ അതുപോലെ അങ്ങ് ഇറങ്ങി പോയനെ അല്ലേ? ആ ഈ പുഴയുടെ ആഴം കുറഞ്ഞതും മണൽ വാരാത്തതും ഒക്കെ പ്രശ്നമായി. മരങ്ങളൊക്കെ ബ്ലോക്കായി കിടക്കുക. അതാണ് പ്രശ്നങ്ങൾ. ആളുകൾ എന്തായാലും ഈ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനായി ക്യാമ്പുകളിൽ നിന്നും മറ്റുമൊക്കെ പുറത്തേക്ക് ഇറങ്ങിയ ഒരു ദിവസമാണ്. അവർക്ക് പല ഇടങ്ങളിലായി ബന്ധുവീടുകളിലും അല്ലെങ്കിൽ സമീപത്തെ അയൽവാസികളൊക്കെ ആയ ആളുകളുടെ വീടുകളിലും ഇരുനില വീടുകളുടെ മുകൾ നിലയിലുമൊക്കെ കഴിഞ്ഞ ആളുകളാണ്. ഒപ്പം ക്യാമ്പിൽ തന്നെ ജില്ലയിൽ 1000-ലധികം ആളുകളാണ് ഇപ്പോഴും തുടരുന്നത്. അവർ പലരും ആ വീടുകളിലേക്ക് എത്തി ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് എങ്കിൽ പോലും കുട്ടികളൊക്കെയായി ഇവിടേക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യം. ഈ സാംക്രമിക രോഗങ്ങളൊക്കെ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളൊരു സമയം കൂടിയാണ്. ഈ പ്രളയം കഴിഞ്ഞ് ഈ മലിന ജലത്തിലുള്ള ഒരു ജീവിതം എന്തായാലും സാധാരണ നിലയിലേക്ക് ജനത്തിന്റെ ജീവിതം എത്താൻ വൈകും. വെറും ഒറ്റ രാത്രി കൊണ്ടാണ് ഈ മേഖലകളിലൊക്കെ വെള്ളം നിറഞ്ഞത്. പക്ഷെ അത് ഇറങ്ങിപ്പോകാൻ 2-3 ദിവസത്തിലധികം സമയമെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം വീടുകളിലേക്ക് താമസം മാറ്റാമെന്നാണ് പലരും കരുതുന്നത്. ചില ആളുകളൊക്കെ വീടുകളിലേക്ക് എത്തി നോക്കുന്നെങ്കിലും അവരുടെ വീടുകളിലെ വെള്ളം പൂർണ്ണമായി തീരാത്തതിനാൽ അല്ലെങ്കിൽ ഒഴിഞ്ഞു പോവാത്തതിനാൽ ക്ലീനിങ് നടക്കാതെ മടങ്ങിയ ആളുകളുമുണ്ട്. എന്തായാലും അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി നിൽക്കുന്നത്. ഇത്തരത്തിൽ കാലാവസ്ഥ നിന്നാൽ വീടുകളിലേക്ക് 1-2 ദിവസങ്ങളിൽ മാറി അവരുടെ ജീവിതം സാധാരണഗതിയിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആളുകൾ.